ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അമേരിക്ക ആക്രമിക്കുന്നു, അമേരിക്കയുടെ ഖത്തറിലുള്ള സൈനിക താവളം ഇറാൻ ആക്രമിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു തീരുന്നു. പിറ്റേന്ന് നമ്മൾ കാണുന്നത് വെടിനിർത്തലാണ്. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? കാരണം ഇങ്ങനൊരു വെടിനിർത്തൽ സാധ്യമാവുമായിരുന്നു, അങ്ങനെ അത് കുറച്ച് മുമ്പേ ആവുമായിരുന്നല്ലോ. എന്തിനാണ് ഈ വെടിനിർത്തലിലേക്ക് പോകുന്നത്? വെടിനിർത്തലിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഇനിയും പുറത്തു വരുമായിരിക്കും. കാരണം നമ്മളിപ്പോൾ 28 പേരാണ് ഇസ്രായേലിനകത്ത് മരിച്ചത്. പക്ഷേ ഇസ്രായേലുണ്ടായിട്ടുള്ള നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി അത് ചെറുതല്ല. അത് ചെറുതല്ല എന്ന് പറയാൻ കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് ലാബറട്ടറിയാണ് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പൂർണ്ണമായും തകർന്നു പോയി. അപ്പോൾ തകർന്നു കഴിഞ്ഞാൽ 40ഓളം ലാബറട്ടറികളുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ക്രൗൺ ജുവൽ എന്ന് പറയാവുന്ന ഒരു ശാസ്ത്ര സ്ഥാപനമാണ്. അത് പൂർണ്ണമായും ഇറാൻ ആക്രമണത്തിൽ തകർന്നു പോയി. അപ്പോൾ ആ ആക്രമണം നടക്കുന്നത് ഈ ഇറാനിലേക്കുള്ള സ്ട്രൈക്ക് നടക്കുന്നതിന് തിരിച്ചടിയായിട്ടാണ്. ആദ്യം ഇറാനെ ആക്രമിക്കുന്നതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ അത് ചെയ്യുന്നത്. ആ വിവരം പുറത്തു വരുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് ആ വാർത്ത പുറത്തു വരുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ ഞങ്ങൾ തകർന്നു പോയെന്ന് അവരുടെ ശാസ്ത്ര സമൂഹം വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാൻ ലാബറട്ടറി ഇല്ല. അപ്പോൾ പിന്നെ ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലുണ്ടാക്കിയിട്ടുള്ള ആഘാതം ഒരുപക്ഷെ ഈ യോം കിപ്പോർ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സൈനികാക്രമണം തന്നെയാണത്. അപ്പോൾ ആര് യുദ്ധത്തിൽ ജയിച്ചു? ഞങ്ങൾ 600 പേരെ കൊന്നു, നിങ്ങൾ ഞങ്ങളുടെ 28 പേരല്ലേ കൊന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു ഇൻവിൻസിബിൾ ആയിട്ടുള്ള രാജ്യമല്ല. അവരുടെ ഇൻസൈഡ് ടെൽ അവീവ് അവർക്ക് ആക്രമിക്കാൻ കഴിയുന്നു എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു ചെറിയ കാര്യമല്ല. എന്ന് മാത്രമല്ല, ആ യുദ്ധം നടത്തിക്കൊണ്ടു പോകാന്നുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഇൻറ്റേർണലി അവർക്കുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പുറത്തുനിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, സൈപ്രസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. സൈപ്രസ് എന്ന് പറഞ്ഞാൽ തുർക്കിയുടെയും ഗ്രീസിൻ്റെയൊക്കെ അടുത്തായിട്ട് മെഡിറ്ററേനിയൻ കടലിലുള്ള ഒരു ഐലൻഡാണ്. സൈപ്രസ്. അപ്പോൾ ഈ സൈപ്രസിലേക്ക് വലിയ തോതിൽ ഇസ്രായേലിൽ നിന്നുള്ള കുടിയേറ്റം ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അവിടെ ഒരു 15,000 ഇസ്രായേൽ പൗരന്മാർ അവിടെ ഭൂമി വാങ്ങിക്കഴിഞ്ഞു. അത് അവിടെ പ്രശ്നമാണ്. സൈപ്രസുകാരെ സംബന്ധിച്ച് ഇവരെന്തിനാണ് ഇവിടെ വന്ന് ഭൂമി വാങ്ങുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ മുമ്പ് ഇസ്രായേലിലേക്കുള്ള അധിനിവേശം ഉണ്ടായതുപോലെ നാളെ സൈപ്രസിലേക്ക് വരും. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ ആളുകൾ മുഴുവൻ അങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നു. അത് എന്ന് മാത്രമല്ല, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള ധാരാളം ഇസ്രായേലികൾ അവരുടെ മറ്റു രാജ്യങ്ങളിലേക്ക് 25,000 പേരെങ്കിലും ഇസ്രായേലിനായ യുദ്ധത്തിൻ്റെ സമയത്ത് പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകൾ പോവുക, ഇസ്രായേൽ വിട്ട് ഇസ്രായേൽ പൗരന്മാർ പോവുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമല്ല. അപ്പോൾ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, യുദ്ധം ഇസ്രായേലിന് എന്തുമാത്രം പരിക്കുണ്ട്. അപ്പോൾ ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കണം. ആ എക്സിറ്റ് പ്ലാനാണ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന്. നെതന്യാഹുവിനെ എന്ത് ചെയ്യണം? കുറ്റവിമുക്തനാക്കണം, ആ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. മറ്റു കാര്യം, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അബ്രഹാം അക്കാഡിലൂടെ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക് ടൈം ഉണ്ടാക്കും. അങ്ങനെ ഡിപ്ലോമാറ്റിക് ടൈം ഉണ്ടാക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട രാജ്യം സൗദി അറേബ്യയാണ്. അവരതിന് സന്നദ്ധരായിരുന്നു. പക്ഷേ ഇസ്രായേൽ ഒരു ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് ഇസ്രായേൽ അംഗീകരിക്കാത്തതുകൊണ്ട് മാത്രം അവർ മാറി നിൽക്കുകയാണ്. ട്രംപിൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? നിങ്ങൾ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് തയ്യാറാവണം, ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം വരണം, അപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ നിങ്ങളെ അംഗീകരിക്കും, അപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ആ പ്ലാൻ. ആ പ്ലാൻ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ എത്രമാത്രം സ്വീകാര്യമാകും എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം അവരൊരിക്കലും ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയില്ല. അതിനിപ്പോൾ വളരെ പരിമിതമായ നമ്മളിപ്പോൾ കാണുന്ന ഗസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടുന്ന ഒരു ചെറിയ ഭൂപ്രദേശമാണെങ്കിൽ പോലും അവരത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, സിയോണിസ്റ്റുകളുടെ പലപ്പോഴായിട്ടുള്ള മീഡിയ പ്രതിനിധികൾ നമുക്ക് കാണാം. അവർ ഇസ്രായേൽ രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ നാം കാണുന്ന ഇസ്രായേലല്ല, അത് അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് സൗദി അറേബ്യ വരെ നീണ്ടു കിടക്കുന്ന കടലിനും നദിക്കുമിടയിലുള്ള വലിയ ഭൂപ്രദേശമാണ്. അവർ വിശാൽ ഇസ്രായേലാണ് അവർ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ സ്വപ്നത്തെ തന്നെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കാൻ തീവ്ര വലത് പാർട്ടികൾ, നെതന്യാഹുവിൻ്റെ ഘടകകക്ഷികളായ തീവ്ര വലത് പാർട്ടികൾ സമ്മതിക്കുമോ എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് എക്സിറ്റ് പ്ലാൻ, ഇറാൻ യുദ്ധത്തിൽ നിന്നും അപ്പോൾ ഈ 21 മാസമായി തുടരുന്ന ഗസ യുദ്ധത്തിൽ നിന്നും, നമുക്കറിയാം ഗസ സ്ട്രിപ്പിൽ 21 മാസമായി ബോംബുകൾ വർഷിക്കുക. ഒരുപക്ഷെ ഒരു ചെറിയ ഭൂപ്രദേശത്ത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോംബ് വർഷിച്ച ഒരു സ്ഥലമായിരിക്കും അത്. അത്രയധികം ബോംബിടാത്ത ഒരു ദിവസം പോലുമില്ല. എപ്പോഴും ആളുകൾ കൊന്നുകൊണ്ടിരിക്കുന്നു. ഭക്ഷണത്തിലേക്ക് നിൽക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. ഏതാണ്ട് 10-600 പേർ ഭക്ഷണത്തിലേക്ക് വീഴുന്നതിന് 10-600 പേരെ വെടിവെച്ച് കൊന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയാം 21-ാം നൂറ്റാണ്ടിൽ നാം കാണുന്ന നമ്മൾ ലൈവായിട്ട് കാണുന്ന ആദ്യത്തെ വംശഹത്യയാണത്. അങ്ങനെ വംശഹത്യ എന്ന് പറയാവുന്ന ഒരു കൂട്ടക്കൊല അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് എക്സിറ്റ് വേണം. ഇത് കൊന്നുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ 21 ലക്ഷം മനുഷ്യരെ കൊന്നിട്ട് ഗസ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയില്ല. അത് അവർ തെളിയിച്ചതാണ്. അവർക്ക് തന്നെ അറിയാം 21 ലക്ഷം മനുഷ്യരെയും കൊന്നിട്ട് ഗസ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഈ കൊലയിൽ നിന്ന് അവർക്ക് ഒരു എക്സിറ്റ് വേണമല്ലോ. അപ്പോൾ ട്രംപ് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. എന്ത് ഇൻറ്റൻഷനോടെയാണെങ്കിലും ആ പ്ലാൻ നല്ലതാണ്. ആ പ്ലാനോടുകൂടി ഈ കൂട്ടക്കൊലകൾ അവസാനിക്കുമല്ലോ. അത് നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്ന അർത്ഥത്തിൽ. പക്ഷേ അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിലേക്കാണ് പ്രശ്നം. കാരണം ഈ പ്ലാൻ ഉണ്ടാക്കുന്നത് ട്രംപ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നെ അതിലെത്ര ഉറപ്പുണ്ടാവും. ഈ പ്ലാൻ ഇസ്രായേൽ എത്രമാത്രം അംഗീകരിക്കും, നെതന്യാഹുവിന് എത്രമാത്രം അംഗീകരിക്കാൻ കഴിയും
എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ അപ്പോഴും ഇസ്രായേലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ബന്ദിയായിരുന്ന ഒരാൾ മരിച്ചു, അയാളുടെ ബോഡി കൊണ്ടുവന്ന് അടക്കിയിരുന്നു. അപ്പോൾ ആ ബന്ദികൾ ബാക്കി വിട്ട് കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. നെതന്യാഹുവിനും ആ ഒരു ആവശ്യത്തെ അവഗണിക്കാൻ കഴിയില്ല. മിക്കവാറും ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അത്രയും നല്ലത്. പക്ഷെ അതിലങ്ങനെ അത്ര നമുക്ക് ശുഭപ്രതീക്ഷ വയ്ക്കാൻ കഴിയില്ല. കാരണം രണ്ട് സൈഡിലും ഉള്ളത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള രണ്ടുപേരാണ്. ഒരാൾ സ്ഥലത്ത് ട്രംപും മറുവശത്ത് നെതന്യാഹു.